ഹലോ ഗായ്സ്, നിങ്ങളുടെ വീട്ടിൽ കൈതച്ചക്ക എടുക്കാനുണ്ടോ? നമ്മുടെ പറമ്പിൽ നിന്ന് പറിച്ച കൈതച്ചക്ക വെച്ചൊരു അടിപൊളി ഒരു പായസമാണ് ഉണ്ടാക്കാൻ വന്നത്. അപ്പോൾ നേരിട്ടങ്ങ് വീഡിയോയിലോട്ടങ്ങ് പോയാലോ? അതിനായിട്ട് തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുത്തിരിക്കുകയാണ് പൈനാപ്പിൾ. ഇതിനെ പൈനാപ്പിൾ വേവിച്ചെടുക്കാം. വെള്ളം ഒഴിച്ച് നമ്മൾ വേവിച്ചെടുക്കാൻ പോവുകയാണ് ചെയ്യുന്നത്. പൈനാപ്പിൾ വേവിക്കാൻ വേണ്ടി വെക്കുകയാണ്. തിളച്ചൊക്കെ വരുന്നുണ്ട് പൈനാപ്പിളൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് മിക്സിയിലിട്ട് നല്ലപോലെ അരച്ചെടുക്കാം, പേസ്റ്റ് പോലെ. അങ്ങനെ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. നെയ്യ് ചേർത്ത് കൊടുത്ത് നെയ്യൊക്കെ ഒന്ന് ഉരുകി വരട്ട്. ഉരുകി നമ്മൾ പൈനാപ്പിളിനെ അരച്ച് വെച്ച മിക്സൊക്കെ ചേർത്ത് കൊടുത്ത് അങ്ങനെ നമ്മൾ ഇളക്കി റെഡിയാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. പൈനാപ്പിൾ വെച്ചുള്ള അടിപൊളി പായസം നമ്മൾ റെഡിയാക്കി എടുക്കുകയാണ്. നെയ്യൊക്കെ ചൂടാക്കി വന്ന് നെയ്യിലൊക്കെ ഇട്ട് നല്ലപോലെ വഴറ്റി എടുക്കുകയാണ് ചെയ്യുന്നത്. വഴറ്റിയെടുത്ത് ഒരു പരുവത്തിലായി വരണം. അങ്ങനെ നമ്മൾ പൈനാപ്പിളൊക്കെ ഇളക്കി റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരു പരുവത്തിന് നമ്മൾ മിൽക്ക് ചേർത്ത് കൊടുക്കുകയാണ്. പാലാണ് ചേർത്ത് കൊടുക്കുന്നത്, പശുവും പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. പശുവും പാലൊക്കെ ചേർത്ത് ഇളക്കി എല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. അടിപൊളി പായസമാണ്. നിങ്ങൾ കുടിച്ച് നോക്കിയാൽ നിങ്ങൾ വീണ്ടും ഉണ്ടാക്കി നോക്കും. അതുപോലത്തെ ടേസ്റ്റായ പായസമാണ്. ശർക്കരപ്പാനി ചേർത്ത് കൊടുത്തിരിക്കുകയാണ്. ശർക്കരപ്പാനി ഒഴിച്ച് കൊടുത്തിരിക്കുകയാണ്. ശർക്കരപ്പാനി കിടന്ന് നമ്മുടെ പൈനാപ്പിളിൻ്റെ മിക്സൊക്കെ വെന്ത് വരണം. അപ്പോൾ നമ്മുടെ ശർക്കരപ്പാനി കിടന്നെല്ലാം ഒന്ന് പിടിച്ച് വരട്ട്. അങ്ങനെ നമ്മുടെ പായസമൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കശുവണ്ടിയൊക്കെ വറുത്തിടാവുന്നതാണ്. പായസം ഇഷ്ടപ്പെട്ട എല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ നമ്മൾ ഇനിയും വരുന്നതായിരിക്കും.